പറയാനാണെങ്കിൽ ഇപ്പോൾ ലുലു മോൾ സഹിതമുള്ള വലിയ മോളുകളിൽ നമ്മൾ പാർക്കിംഗ് ഫീ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സാധനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടേണ്ട ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു റൈറ്റ് ടു ഫ്രീഡം അല്ലേ സാർ നമുക്കൊരു പാർക്കിംഗ് നമ്മുടെ വണ്ടിക്ക് കിട്ടുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാർക്കിങ്ങിനായിട്ട് നമ്മളൊരു മോളിൽ ചെന്നാൽ നമ്മൾ പൈസ കൊടുത്താലേ നമ്മുടെ വണ്ടി ഇടാൻ പോലും പറ്റത്തുള്ളൂ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ സാർ എന്താണ് എക്സ്പ്രസ് ചെയ്യാനുള്ളത്? ഇപ്പം ലുലു മാള് ഞാനാ നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീ മേടിക്കുകയില്ല, പകരം ആ പൈസയും കൂടെ ആ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ. സാർ എന്ന് പറയുന്ന ബിസിനസ് മാനോട് നമുക്ക് അല്ല, ഞാൻ പറഞ്ഞത് യൂസഫ് അലി അത് ചെയ്തില്ല. സത്യസന്ധമായിട്ട് പാർക്ക് ചെയ്യേണ്ടാത്തവർക്ക് വില കുറച്ച് കിട്ടും. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്നവന് ആ പാർക്കിംഗ് ഫീസ് പ്രോഡക്റ്റായി ചാർജ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് വാശി എന്താണ്, ഇയാൾ പാർക്കിംഗ് ഫീ മേടിക്കരുതെന്നേ ഉള്ളൂ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് അലി എന്ന് പറയുന്ന ബിസിനസ്സുകാരന് ഒരു തന്ത്രം ഉപദേശിക്ക് ഉച്ച കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുന്നത് പോലെയാണ് കൂടുതൽ ആൾക്കാരും ഇത് പരിഗണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നു കമന്റ് സെക്ഷനിൽ കാണുന്ന സമയത്ത് സന്തോഷ് ജോർജ് വരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിക്ക് ബിസിനസിന്റെ ബാലപാഠങ്ങളൊന്നും ഈ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന അർത്ഥത്തിലാണ് ആൾക്കാർ കൂടുതലായിട്ടും ഇതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞൊരു ഒരു ബേസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുന്ന ആ പേരെടുത്തിട്ടുള്ള യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിക്ക് 1% നെഗറ്റീവ് ഇമേജ് വരാനുള്ള കാരണമായി പലപ്പോഴും തീർന്നിട്ടുള്ള ഒരു വാർത്തയാണ് സത്യത്തിൽ ഈ പറയുന്ന പാർക്കിംഗ് ഫീസ് ഇഷ്യൂ എന്ന് പറയുന്നത് ലുലു മോളിൽ. അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് മാത്രമാണ് അദ്ദേഹം കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന നന്മ നിറഞ്ഞ യൂസഫ് അലിക്ക് ഈ ഒരു നെഗറ്റീവ് മാർക്ക് ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അതില്ലാതാക്കാനുള്ള വഴി എന്ന തരത്തിലാണ് അദ്ദേഹമായിരുന്നു ലുലു മോളിന്റെ ഓണർ എങ്കിൽ ഇപ്രകാരമായിരിക്കും. അതായത് പാർക്കിംഗ് ഫീസിന് വേണ്ടിയിട്ട് ഈടായി വരുന്ന ഒരു വർഷത്തെ തുക എന്ന് പറയുന്നത് അവിടുത്തെ പ്രോഡക്ട്സിലേക്ക് ആഡ് ചെയ്ത് അത് കസ്റ്റമേഴ്സിന് വിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, ഒരു പ്രശ്നമില്ല. അപ്പം അതുകൊണ്ടുള്ള തലവേദന ഈ പറയുന്ന യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിക്കും ഇല്ലാതാക്കാം എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളുടെ രീതിക്ക് അദ്ദേഹം അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികളുടെ ചിന്താഗതി എന്ന് പറയുന്നൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മളിപ്പം ലുലു മോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ എല്ലാത്തിനും നല്ല വിലയാണ്. നമുക്കറിയാം, അങ്ങനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ ബന്ധപ്പെട്ട് സെലിബ്രേഷനായിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 10,000 രൂപയെങ്കിലും ഏറ്റവും മിനിമം ആകാറുണ്ട്, അല്ലെങ്കിൽ വേണം. അങ്ങനെ ആവുന്ന സമയത്ത് ഏതൊരു മലയാളിക്കും തോന്നുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 10,000 രൂപയുടെ സാധനം കൊടുത്ത് നമ്മൾ അവരുടെ കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ഈ 50 രൂപ ഫീസ് കൂടി നമുക്കവിടെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് പോലും നമ്മുടെ കയ്യിൽ നിന്ന് 50 രൂപ കൊടുക്കുന്നത് എന്നൊരു ചിന്താഗതി വരുന്ന ഒരു കൂട്ടം മലയാളികളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ പാർക്കിംഗ് ഫീസിന്റെ പൈസ കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മിനിമം 50 രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 500 ആൾക്കാരെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരാറുണ്ട്. ഒരു 500ന്റെ കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 500 വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യപ്പെടുവാണെങ്കിൽ ഈ 50 രൂപ കണക്കിലാണെങ്കിൽ നമുക്കറിയാം 25,000 രൂപ വരും. അപ്പോൾ ഒരു മാസം ആകുമ്പോൾ 7.5 ലക്ഷം രൂപ അവിടെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ഒരു വർഷത്തേക്കായിട്ട് മാറുന്ന സമയത്ത് 90 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. അതായത് 1 കോടിക്കടുത്ത് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഒരു ബിസിനസ്സുകാരന് കിട്ടുന്ന ഈ പറയുന്ന ജസ്റ്റ് പാർക്കിംഗ് ഫീസിൽ നിന്ന് മാത്രമായിട്ട് ഒരു വർഷം കൊണ്ട് ഇദ്ദേഹം 1 കോടി ഉണ്ടാക്കുന്നു എന്നൊരു സംഭവത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെ കൊണ്ടാണല്ലോ ഇത്രയും ഇങ്ങനെ ചിന്താഗതിയിലേക്ക് എത്തുന്നവരായിരിക്കും മേ ബി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ആ ഒരു ബിസിനസ് തന്ത്രം ഇവിടെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ലുലു മോൾ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതൽ ആൾക്കാരും കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. എല്ലാവരും സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ല. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത് വരുന്ന ആൾക്കാർ, അതായത് ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്, അവരും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 കസ്റ്റമേഴ്സിനോടും ചെയ്യുന്നത് നീതിയുക്തമായിട്ടുള്ള കാര്യമല്ല. അവിടെ ഈ പറയുന്ന ഇതിന്റെ ബാലൻസിങ് തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം യൂസഫ് അലി പോലൊരു വ്യക്തി അങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു പാർക്കിംഗ് ഫീസ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല സ്ഥാപനങ്ങളിലും പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര സ്പേസ് കുറവാണ്, പലയിടത്തും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന വ്യക്തികൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ജോലിക്കൊക്കെ വരുന്ന വ്യക്തികൾ ഓരോരുത്തരും അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ട് അലഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇവിടെ ഇന്ന സ്ഥാപനത്തിൽ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് ഫ്രീ ആണെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരെ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന്
കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോകാനുള്ള ഒരു ചാൻസ് കൂടുതൽ തന്നെയാണ്. അപ്പം ഇതുകൊണ്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടേക്ക് വരുന്ന ലുലു മോളിലേക്ക് വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഈ പറയുന്ന സ്പേസ് കിട്ടാൻ സാഹചര്യം ഇല്ലാതാവുന്നു എന്നൊരു വസ്തുത ഉണ്ടാവാനുള്ള വലിയൊരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയുന്ന കാര്യമാണല്ലോ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ ആസിഡ് കുടിക്കും എന്ന തരത്തിലേക്ക് പോകുന്ന ചിന്തിക്കുന്ന ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് അവിടെ ഫ്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആരും കൊണ്ടിടും? 50 രൂപ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇല്ല, തിരിഞ്ഞു നോക്കത്തില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടിടും. ഇതാണ് അവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പം ഇപ്പം നടക്കുന്ന പ്രശ്നത്തിനെ കഴിയും ഇരട്ടി പ്രശ്നമായിരിക്കും പിന്നീട് ഉണ്ടാവും. നമ്മൾ സാധനം വാങ്ങിക്കി വന്നിട്ട് നമുക്ക് അവിടെ സ്ഥലമില്ലേ എന്ന തരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ ജസ്റ്റ് ഒരു തന്ത്രം എന്നുള്ള തരത്തിൽ മാത്രം പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. പക്ഷേ ഇതിനെ ആഴത്തിലേക്ക് എടുത്ത ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കണ്ടവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ് ഐഡിയയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ തരത്തിൽ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ഓൺ സ്റ്റേജിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കായിട്ട് പറഞ്ഞു വെച്ചൊരു കാര്യം മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതിനെപ്പറ്റി അല്ലാതെ വേണമെങ്കിൽ നമുക്ക് അതിനകത്തൊരു ശരിക്കൊരു നന്മയുടെ വശമുണ്ട്. അതായത് യൂസഫ് അലി എന്ന് പറയുന്ന നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു കളങ്കം വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്തൂടെ എന്ന് മാത്രം ചിന്തിച്ചത് കൊണ്ട് ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിലപ്പുറത്തേക്ക് അതിനെ വലിയ രീതിക്ക് വളച്ചൊടിച്ച് ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ല, അയാൾ ഭയങ്കര ഇതാണ് എന്ന രീതിക്ക് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനോട് നമുക്ക് എല്ലാത്തിനും പോസിറ്റീവ് മാത്രമായിട്ട് എടുക്കാൻ കണക്കാക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ അറിയുന്ന കാര്യമാണ്. സ്വകാര്യ ചാനൽ എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് താഴ്ത്തി കെട്ടാൻ പറ്റുന്നത്. കാരണം വിജ്ഞാനത്തിൻ്റെതായിട്ടുള്ള വലിയൊരു നിറകുടം ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു ജാലകം നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒരുപാട് യാത്രകൾ ചെയ്ത എനിക്കൊന്ന് ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ യാത്രകളെ മറ്റ് ലോകങ്ങളിലേക്ക് നമ്മൾക്ക് പരിചിതമല്ലാതിരുന്ന സമയത്ത് ആ ഒരു ജാലകം നമുക്ക് വേണ്ടി തുറന്നു തന്ന ഒരുപാട് ഒരുപക്ഷെ ആശ്ചര്യത്തോടെ നമ്മുടെ എല്ലാം ഈ പറഞ്ഞ മൊബൈൽ ഫോൺസിൻ്റെ ഒന്നും കണക്ഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇല്ലാതിരുന്ന സമയത്തെ TV ചാനലിലൂടെ ഇതുപോലെ കാര്യങ്ങൾ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ട ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന നമുക്കറിയാം ലേബർ ഇന്ത്യ പോലുള്ള കാര്യങ്ങൾ അത്തരത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് സ്വകാര്യ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഇതൊക്കെ എത്രത്തോളം നമ്മൾ ആശ്രയിച്ചിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം വലുതായി കണ്ടിരുന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് ഇങ്ങനൊരു കാര്യം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളങ്ങ് തഴഞ്ഞു കളയുക അല്ലെങ്കിൽ പെട്ടെന്ന് തെറ്റായിട്ടുള്ള വശങ്ങൾ മാത്രം നോക്കി പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഇമേജിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ കുഴപ്പമാണ്. നമ്മളെപ്പോഴും ഈ പറയുന്ന എല്ലാ മനുഷ്യരും ഓരോ തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ പലപ്പോഴും ആൾക്കാർ തേടി പോകുന്നത് അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമായിരിക്കും. 100 നന്മകൾ ചെയ്യുന്ന വ്യക്തിയായാലും ഒരു തിന്മ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാത്ത ഒരു കാര്യം പെശക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് വലുതായി കണ്ടുകൊണ്ട് 99% നന്മയും തള്ളിക്കളയുന്ന ആൾക്കാരാണ് മലയാളികളിൽ പൊതുവെ എല്ലാവരും എന്ന് പറയുന്നത്. അതിപ്പം ഏതെങ്കിലും ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ലവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോയാൽ പോലും ഒരുപക്ഷെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലവ് ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, രണ്ടുപേർക്കും പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു തെറ്റെന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. ആ സമയത്ത് എന്ത് ചെയ്യും, ബാക്കി ഉണ്ടായിരുന്ന അത്രയും കാലം ആരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന കാര്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് തള്ളിയിട്ട് ഈ ഒരു റിലേഷൻ തന്നെ കട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതലുള്ളതെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ബന്ധങ്ങളുടെ വില നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ ചെറിയൊരു പ്രശ്നങ്ങളിലൂടെ പോലും നമ്മൾ തള്ളിക്കളഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലേക്ക് ഇടുങ്ങി വരുവാണ് മലയാളികളുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ ഭയങ്കരമായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം ആ മനുഷ്യൻ അതായത് 100% നന്മ ചെയ്യുന്ന മനുഷ്യയിലേക്ക് 1%ൻ്റെതായിട്ടുള്ള ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു കളങ്കത്തിൻ്റെ ഒരു സംഭവം അവിടെ കിടക്കുന്നത് കൊണ്ട് അതില്ലാതാക്കാൻ ഇങ്ങനെ ചെയ്തുകൂടെ? എന്തിനാണ് എപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമാണ്, ഇത്രയും ഇത് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള അർത്ഥത്തിൽ മാത്രം പറഞ്ഞു വെച്ചൊരു കാര്യമായിട്ടാണ് എനിക്കതിനെ തോന്നി ഇതെന്ന് പറയുന്നത്. ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ഓരോ തരത്തിലായിരിക്കും. എനിക്കിതിനെ ഇങ്ങനെ കാണാനാണ് തോന്നിയെന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് എന്ന് പറയുന്നത് ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒറ്റ ഇരിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കസ്റ്റമേഴ്സിനെ പലരെയും പല തോതിൽ കാണുന്നത് പോലെ ആയിരിക്കും സത്യത്തിൽ എന്ന് പറയുന്നത്.